ഒരു ഗ്ലാസ് റവ കൊണ്ടാണല്ലോ ഇത്രയും തോനെ നമ്മളിത് ഉണ്ടാക്കിയത്. ഇത് പൊള്ളച്ചിങ്ങോട്ട് വന്നിക്കാണ് കേട്ടോ. പൊള്ളച്ച് പറഞ്ഞാൽ പപ്പടം പൊള്ളണേനേക്കാളും പൊള്ളിയാണ് വന്നിക്കണത്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചത് ഇതിനുള്ളിൽ കണ്ടില്ലേ, നല്ല ഒരു ഹോൾസാണുള്ളത്. അമ്പിക്കെടുക്ക് ഒന്നുമല്ല, നല്ല ഹോൾസായിട്ട് പൊള്ളിക്കെടുക്കുകയാണ്. അപ്പോൾ ഇത്ര തോനെ അപ്പോൾ വേഗം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് മിനിറ്റുകൾ കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പറഞ്ഞല്ലോ റവ ആണെന്ന്. നമ്മളെല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ ഒരു റവ. അപ്പോൾ ഈ ഒരൊറ്റ ഗ്ലാസ് റവ ഒരു മിക്സ്ഡ് ജാറിൽ, നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ തന്നെ എടുക്കണം കേട്ടോ പൊടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഡ്രൈ ആയിട്ടല്ലാതെ നനവൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇത് പൊടിഞ്ഞ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അരിപ്പൊടി പോലെ നല്ലോണം സ്മൂത്തായിട്ട് പൊടിക്കണം അങ്ങനൊന്നുമില്ല. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, റവയല്ലേ, ആ ഒരു ചെറിയ തരി നമുക്ക് ആവശ്യമാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവന്നാൽ മാത്രം മതി. ഇതുപോലെ ചെറിയൊരു പൊടിയും ചെറിയൊരു തരിയും ആ ഒരു സ്ഥിതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു പാന്, ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഒഴിക്കേണ്ടത്. എന്നിട്ട് കുറച്ച് വൈറ്റ് എള്ള്, അതുപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് എള്ളും, അതൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ചിലർക്ക് കറുത്തുള്ള മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വെള്ള എള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെറൈറ്റി രുചി കിട്ടാൻ വേണ്ടിയിട്ടും ഒരു കാഴ്ചക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ അതൊക്കെ ലേശിച്ചൊരു 1/4 സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത് കഴിക്കുമ്പോൾ ഒരു 1.5 രുചി കിട്ടാൻ വേണ്ടിയിട്ട് അയമോദകം ഒരു 1/2 സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കയ്യിലൊക്കെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അയമോദകം ഇല്ലാത്തവർ എന്ത് ചെയ്യുക, കുറച്ച് കരിഞ്ജീരകം ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു അയമോദകം ചേർത്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കാനും സഹായിക്കും. അത് മാത്രമൊന്നുമല്ല, ഇതിനൊരു പ്രത്യേക രുചിയും കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ നുറുക്കൊക്കെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു രുചി കിട്ടല്ലേ, അത് ഈ ഒരു അയമോദകം ചേർക്കുന്ന പേരിലാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു സ്പോട്ടിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് അടിക്ക് പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം കേട്ടോ. വാങ്ങി വെച്ചതിന് ശേഷം മൂടി വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ആ ഒരു അരിപ്പൊടിയും അതുപോലെ തന്നെ റവപ്പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. നമ്മളിത് കുറച്ചൊക്കെ ഒന്നിങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വറ്റിയെന്ന് കണ്ടാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടിത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയുമോ, ഒന്ന് ആ നല്ല ചൂടുണ്ടല്ലോ അതൊന്ന് പോയി കിട്ടും എന്ന് വിചാരിച്ചിട്ട് നല്ലോണം ചൂടാറാൻ വേണ്ടി കാത്തിരിക്കും വേണ്ട. ഒരുപാട് കുഴച്ചെടുക്കാനുള്ളതല്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ചൂടാറാൻ കാത്തിരുന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനെന്താ പറയുക, കുറച്ചൊന്ന് സമയം ഇതൊന്ന് ചൂടാറി കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിക്കാനോ ഒന്നും നിൽക്കണ്ട. നമ്മൾ സാധാരണ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു വലിയൊരു തളികൊക്കെ എടുത്തിട്ട് കുഴച്ചെടുക്കല് ചെയ്യുക. പക്ഷേ ഇതങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ചൂടാറണ്ട കേട്ടോ, ഒരു ഇളം ചൂടുണ്ടായിക്കോട്ടെ. അപ്പോൾ ഇത് ശരിക്കും പെട്ടെന്നൊന്ന് ഒതുങ്ങിയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ചില ആളുകളൊക്കെ നല്ല ചൂടോട് കൂടി പൊടിയൊക്കെ കുഴച്ചെടുക്കാൻ കഴിയണവരൊക്കെ ഉണ്ട്. അങ്ങനത്തെവരൊക്കെ ആണെങ്കിൽ ഈ നല്ല ചൂടോട് കൂടി തന്നെ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് കുഴച്ചെടുത്തോളി. എനിക്ക് വേഗം കൈ പൊള്ളുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചത്. അപ്പോൾ ഇത് കുറച്ചൊന്നും ഇങ്ങനെ കുഴച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങളടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ല കറിവേപ്പിലയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി രണ്ടും ഉണ്ടെങ്കിൽ അത് മുഴുവനും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ഉള്ളൂ. പക്ഷേ കറിവേപ്പില മാത്രമായാലും ഇത് ഇങ്ങനെ ക്രിസ്പി ആണ സമയത്ത് ആ ഒരു കറിവേപ്പിലയും കൂടെ ക്രിസ്പി ആകുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ മല്ലിയില ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട, കറിവേപ്പില മാത്രം മതിയാവും. കറിവേപ്പില നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവില്ലേ. കറി വെക്കണമെങ്കിലും എന്തൊന്നുണ്ടാക്കുകയാണെങ്കിലും നമുക്ക് കറിവേപ്പില അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ
മല്ലിയിലല്ലെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കറിവേപ്പില എന്തായാലും നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിവേപ്പില ഒരു 2-3-4 ഇല്ലി എടുത്തോളി കേട്ടോ. കുറച്ച് കൂടുതൽ തന്നെ എടുത്തോളി. കറിവേപ്പില കൂടുന്നോളം രുചി കൂടും. മാത്രമല്ല കറിവേപ്പില നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതും കൂടെയാണ്. അപ്പോൾ കഴിയണതും നമ്മൾ ഭക്ഷണത്തിൽ ഇതുപോലൊക്കെ വേഗം ഒഴിവാക്കാതെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ആ ഒരു വലിയ ബോളിനെ കുഴച്ച ആ ഒരു ഉണ്ടനെ 2 എണ്ണാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വലിയ ബോൾ തന്നെ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ പത്തിരി പലകൊക്കെ ഉണ്ടാവുമല്ലോ, പത്തിരി പലകയിലായാലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ നേരാക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ ഒന്നും നോക്കാതെ ഇങ്ങനെ കൈകൊണ്ടോ ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒന്ന് കുഴലോണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി എടുത്തോളേണ്ടി കേട്ടോ. പക്ഷെ എല്ലാ സൈഡും എല്ലാ ഭാഗവും ഒരുപോലെ ലെവലാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നല്ല റൗണ്ടിലൊന്നുമല്ല ഞാൻ ഇപ്പോൾ പരത്തിയെടുത്തിട്ടുള്ളത്. റൗണ്ടിലല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റൗണ്ടിലല്ല വിചാരിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പൊട്ടിയതും ഒന്നും പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് വരെ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുപോലൊന്നിങ്ങനെ ഇനിയിപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പിസ്ത കട്ടറൊന്നും വേണമെന്നൊന്നുമില്ല. പിസ്സ കട്ടറൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇന്നലെ വോയിസ് ഇട്ടപ്പോൾ എന്തോ പയച്ചിക്കണ്. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക, വോയിസ് ഇടുമ്പോൾ എന്തേ പയച്ച് വെച്ചിട്ട് കട്ട് ചെയ്യലൊന്നുമില്ല. എനിക്കിത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള സംസാരം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പഴക്കുകയൊക്കെ ചെയ്യൂലേ. ഞാനിപ്പോൾ നിങ്ങളെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടാണ് ഈ സംസാരിക്കണത്. എൻ്റെ മനസ്സിൽ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡോട് കൂടിയാണ് സംസാരിക്കണത്. അപ്പോൾ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് 8 ലക്ഷത്തോളം കൂട്ടുകാരുണ്ട്. അപ്പോൾ ഓരൊക്കെ മൈൻഡിൽ കണ്ടിട്ട് തന്നെയാണ്. ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ വ്യൂസ് കിട്ടിയില്ലെങ്കിലും കുറേ കഴിയുമ്പോൾ 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ആയി പോവാറുണ്ട്. അപ്പോൾ ഓരൊക്കെ നമ്മൾ വീഡിയോ കാണല്ലേ. അപ്പോൾ പിന്നെ എന്തിനാ അപ്പോൾ ഇത് കട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ പയച്ച ഭാഗം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിസ്ത എന്ന് പറഞ്ഞെങ്കിൽ ചിരി വന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിക്കോളി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കിഷ്ടം നിങ്ങൾ നെഗറ്റീവ് എഴുതിയാലും പോസിറ്റീവ് എഴുതിയാലൊക്കെ. നെഗറ്റീവ് എഴുതുമ്പോൾ എന്താ അറിയോ, വീഡിയോ നല്ലോണം റീച്ചാവും. പക്ഷേ പോസിറ്റീവ് ചെയ്താൽ അത്ര അങ്ങോട്ട് റീച്ചൊന്നും ആവില്ല. പക്ഷെ എനിക്ക് സന്തോഷമാണ് നിങ്ങൾ പോസിറ്റീവ് എഴുതിയാൽ. നെഗറ്റീവ് എഴുതുമ്പോൾ വലിയ ടെൻഷനൊന്നും ഇല്ല. എന്നാലും നിങ്ങളിപ്പോൾ ഇതിന് വട്ടാണെന്നൊക്കെ എഴുതിയാൽ വിചാരിക്കും അതൊക്കെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് വിട്ടാൽ മതി എന്നൊക്കെ തോന്നും. അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എവിടെ കൂടുകയാണെങ്കിൽ ചിലപ്പം വർത്താനം പയച്ച് നമ്മൾ ചിരിക്കുമല്ലോ, അതിക്കാണ്ട് കൂട്ടാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് എന്താ വെച്ചാൽ, ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തോ സംസാരം പയച്ചിട്ടുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. അത് ആ കമൻറ്റ് അവിടെ കിടക്കണമുണ്ട്. അപ്പം ഞാൻ പറയണ എന്താ അറിയോ, പിസ്സ കട്ടർ വേണമെന്നില്ല, കത്തി കൊണ്ടൊക്കെ കട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നമുക്ക് ലെവലത്തെ കഷ്ണങ്ങൾ നമ്മൾ 6 നമ്പറൊക്കെ ഉണ്ടാക്കുമ്പോൾ 6 നമ്പറിൻ്റെ കഷ്ണമല്ല, അതേപോലെ ലെവലത്തെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, അതുപോലെ സൈഡൊക്കെ അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാലൻസ് വരുന്നതും ഇതുപോലൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. വളരെ എളുപ്പമാണിത്. കാരണം നമ്മൾ പൊടിയിട്ട് പരത്തേ, അല്ലെങ്കിൽ നമ്മൾ ഈ മൈദ കൊണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ബാക്കിയാകുമ്പോൾ വീണ്ടും പരത്തുമ്പോൾ ഭയങ്കര ഹാർഡും പരന്ന് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. ഇത് പിന്നെ പൊടിയിട്ട് പരത്തേ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ സൈഡ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പരത്തി കൊടുത്താൽ തന്നെ മതി. കുഴൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. പത്തിരി പരത്തണ കുഴലുണ്ടല്ലോ, അത് വേണമെന്നൊന്നുമില്ല. ഏതായാലും പെട്ടെന്ന് പരിപാടി കഴിയും. ഞാനിപ്പോൾ ഒരു 2 പ്രാവശ്യം പരത്തി, ബാക്കിയുള്ള ബാലൻസ് 1 പ്രാവശ്യം പരത്തി, അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റുള്ളതിൻ്റെ സൈഡൊക്കെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഞാൻ പിന്നെ പരത്താൻ നിന്നിട്ടില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ കൂടെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ബലൂൺ പോലെ വീർത്ത് വരും. അപ്പോൾ എന്താ പറയുക, വേഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കടായിയാണ് എടുത്തുക്കണത്. കുറച്ചും കൂടെ വലിപ്പമുള്ള നല്ല പരന്ന പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഓയിൽ ഒഴിച്ചെടുത്താൽ ഇതെണ്ടിൽ വീർത്ത് വന്നിന്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് പരന്ന് കിടക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക തോനിട്ടാണ്ട് ഒറ്റയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ വേഗം ആവും. അതുകൊണ്ടാണ്. പിന്നെ നമ്മളെന്താ പറയുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റേ വേണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഈ ഒരു റവ നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും. പിന്നെ പൊട്ടിയ മുറിയ അതൊന്നും ഇല്ല കേട്ടോ. അത് ഇട്ടെടുക്കുക. പിന്നെ അപ്പം തന്നെ കുത്തി ഇളക്കണ്ട. കുറച്ചൊന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഒരു സൈഡിലൊക്കെ ആവേണ്ടത് കാണുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ വേണ്ടിട്ടോ. നമുക്ക് എന്താ അറിയോ ഈ എപ്പോഴും ഈ കടയിൽ പോയിട്ട് പലതും വാങ്ങി കഴിക്കണതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഒരു ഗ്ലാസ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വൈകുന്നേരമൊക്കെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ മാത്രമല്ല നമുക്ക് വീട്ടിലുള്ളവർക്കും ഇപ്പോൾ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിക്കലൊക്കെ എല്ലാവരും കുറവായിരിക്കും. പിന്നെ എന്തായാലും ഒരു 5 മണി 6 മണി ആകുമ്പോഴേക്കും നല്ല ചൂടുള്ള ഒരു ചായയും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ മധുരപലഹാരം കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ മധുരമൊന്നും ഇല്ലേനും എന്നാലും നേരെ ഒരു എരിവ് ഉണ്ടേനും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർത്ത് കേട്ടോ. വേണമെങ്കിൽ 2 പച്ചമുളകൊക്കെ ഇതിൽ അരിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില ചേർത്തില്ലേ അതുപോലെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ കഴിക്കുമ്പോൾ വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാനിപ്പോൾ ഒരു നല്ല നോർമലായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്.